ഗുഡ് മോർണിംഗ്. ഞാൻ വിജയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ആലോചിക്കായിരുന്നു, നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ കുറേ സപ്ലിമെൻറ്റ്സ് എടുത്ത് കഴിക്കും ഒരേ ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ അടുക്കളയിൽ തന്നെ എത്ര സാധനങ്ങളാണ് നമ്മുടെ ഡെഫിഷ്യൻസീസൊക്കെ മാറ്റാൻ. അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എല്ലാ ഡെഫിഷ്യൻസീസും ബോഡിയുടെ ശരിയാവും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഉലുവ, നിങ്ങൾക്കറിയാലോ ഉലുവ എന്ത് ബെനിഫിഷ്യലാണ് ഹെയറും സ്കിന്നിനും ബ്ലഡ്. അതേപോലെ സോംഫ്, മലയാളത്തിൽ പെരുംജീരകം, അതും നല്ലതാണ്. നമ്മുടെ ഗ്യാസ് ഇഷ്യൂസ്, അസിഡിറ്റി ഇഷ്യൂസ്, പിന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, അതിനൊക്കെ നല്ലതാണ്. അതുകൂടാണ്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, എസ്പെഷ്യലി ബാദാം, ഇതൊക്കെ എന്ത് ബെനിഫിഷ്യലാണ്. ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഇതിലൊക്കെ അടങ്ങിയ കണ്ടൻറ്റ് നമ്മൾ പ്രോപ്പർ ഡയറ്റ് പ്രകാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ ഈ ആവശ്യമില്ലാണ്ട് സപ്ലിമെൻറ്റ്സ് മേടിച്ച് പുറത്ത് കഴിക്കുന്നതിന് പകരം ഇതൊക്കെ നല്ലൊരു പ്രോപ്പർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിന് മാക്സിമം ബെനിഫിഷ്യൽ ആൻഡ് പ്രൊഡക്റ്റീവിലേക്ക് എത്തിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഈ ഷോർട്ട് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യങ് ജനറേഷനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. യങ് ജനറേഷൻ കുട്ടികൾ ഇതൊക്കെ ഹാബിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനത്തെയൊക്കെ ഫുഡ് ഹാബിറ്റ്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ PCOD, PCOS ഇതൊക്കെ നമുക്ക് മാറ്റാവുന്നതാണല്ലോ. അപ്പോൾ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ തുടക്കം മുതലേ നല്ല ഫുഡ് ഹാബിറ്റ്സ് ഇൻകൾക്കേറ്റ് ചെയ്താൽ അവരുടെ ഹോർമോൺസ് ഫ്യൂച്ചറിൽ എല്ലാ സ്റ്റേജിലും അവർക്ക് ഒരു ഹോർമോൺ ഇംബാലൻസ് ഇല്ലാണ്ട് അവരുടെ ഹെൽത്തിനെ സൂക്ഷിക്കും. പകുതി PCOD, PCOS പ്രോബ്ലം ഒക്കെ വരുന്നത് ഈ പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ഇല്ലാത്ത കാരണമുണ്ട്. അപ്പോൾ കഴിയുന്നതും പെൺകുട്ടികൾ നല്ല ഫുഡ് ഹാബിറ്റ്സ്, ഡയറ്റ് ഹാബിറ്റ്സ് തുടക്കം മുതലേ ഏർലി സ്റ്റേജ് തൊട്ടേ ഇൻകൾക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ അസുഖത്തിൽ നിന്ന്, ഹോർമോണൽ ഇംബാലൻസിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഞാൻ ഈ പെൺകുട്ടികളെന്ന് എടുത്ത് പറഞ്ഞത് എന്തിനാണെന്ന് വിചാരിച്ചാൽ, പെൺകുട്ടികളാണ് ഓരോ പ്രായത്തിലും ഓരോ സ്റ്റേജിൽ നിന്ന് കടന്നു പോകണം. പ്രഗ്നൻസി, ആഫ്റ്റർ മാരേജ്, പിന്നെ പീരിയഡ്സ്, പ്രീമെനോപോസ്, പോസ്റ്റ് മെനോപോസ്, അങ്ങനെ പല സ്റ്റേജിൽ നിന്നും കടന്നു പോകുന്നത് പെൺകുട്ടികളാണ്. അപ്പോൾ അവർ ഒന്ന് പ്രോപ്പർ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡയറ്റ് കഴിച്ചാൽ ഗുണമുണ്ടാവും. ശരി. പിന്നെ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. ആരോഗ്യം മോശമായിട്ട് കംപ്ലയിൻറ്റ് ബോക്സായ എല്ലാവർക്കും നമ്മളൊരു ശല്യമാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലിരിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ ദെൻ, സപ്പോർട്ട് മീ, ഫോളോ മീ ഫോർ മോർ. ബൈ, ടേക്ക് കെയർ.